തിരിച്ചു വന്ന ഫോട്ടോ സാധനം കൊടുക്കാനുള്ള. ഹലോ, ഗുഡ് മോർണിംഗ്. എങ്ങോട്ടാ നമ്മൾ പോകുന്നു? ഇവാ ഡിസൈൻസിലേക്ക്. ഇന്ന് അവിടുത്തെ ഇനോഗ്രേഷൻ ആണ്. അതെ, നമ്മുടെ അളിൻ വ്ളോഗർ, അൻസോ വ്ളോഗർ അവർ തുടങ്ങുന്ന പുതിയൊരു ബൊട്ടീക്ക് ഉണ്ട്, ഇവാ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ്റെ വീഡിയോ എടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ വാഴക്കുളത്ത് ജോയലിൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ അങ്ങ് പെറ്റ് കിടന്നു. അല്ലടാ, അതെ, മമ്മിയൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയാണ് തെന്മുറ്റത്ത് പുതിയൊരു ചെരുപ്പ്. തന്നെ അവർക്ക് മനസ്സിലായി മറ്റേ ചെറുക്കം വന്ന് ചാടിയിട്ടുണ്ട്. അല്ലടാ, ഓക്കെ, അവരൊന്നൊന്നുമില്ല, ഞാൻ വന്നത് ഇതിപ്പോൾ സ്ഥിരമാണ്, അങ്ങനെ പുതിയതായിട്ടുള്ള പുതുമയുള്ള കാര്യമൊന്നുമില്ല. ഇന്നലെ രാത്രി വന്ന് നമ്മൾ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇന്നലെ നമ്മുടെ സേഫ് ക്യാൻ്റെ ആദ്യത്തെ വർക്കായിരുന്നു. വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാണ് തിരിച്ചു വന്നത്. ഇനിയിപ്പം നേരെ അങ്ങോട്ട് പോകണം. ഇപ്പോൾ ഒരു 9:30 ചെല്ലുന്ന സമയം, 9:30 ആകാൻ പോകുന്നു. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഇനിയിപ്പം പോയിട്ട് വരാം. വാഴക്കുളത്താണ് സ്റ്റോർ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പോയി നോക്കിയായിരുന്നു. കിടിലൻ സ്റ്റോറാണ്, ബട്ട് ലേഡീസിന് മാത്രമേ ഉള്ളൂ. അതാണ് വിഷയം. ആമ്പിള്ളേർക്കും കൂടി അവർ എന്തെങ്കിലും തുടങ്ങുമായിരുന്നെങ്കിൽ കൊളാബം പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരായിരുന്നു. ജോലിയിലെത്തി. ഇതാണ് ഈ ചെറുക്കൻ്റെ പ്രശ്നം. എന്ന് ഞാൻ വർക്കിൽ പോകുമ്പോഴത്തേന് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങിയാൽ സെയിം സാധനം തന്നെ ഇവനും ഇട്ടുകൊണ്ട് വരും. എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെ സാധിക്കുന്നത്. കൊള്ള വർക്കിടെ മുന്നേ നമ്മളിന്ന് എൻ്റെ ബൈക്കിൽ ഇരിപ്പുണ്ട്. ബൈക്കിന് പോകുന്നതായെന്ന് ഓർത്ത് വന്നപ്പോഴത്തേനും ഇവൻ്റെ ഡാഡിയും മമ്മിയും കൂടെ നടുക്കണ്ടത്തൊരു കല്യാണത്തിന് പോയി കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാർ അവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ കാറിനാണ് പോണത്. ഇതാണ് എൻ്റെ വണ്ടി, ഹീറോ ഹോണ്ട CD ലോൺ. ഇന്നലെ മഴയത്താണ് വന്നത്. അപ്പം ഷൂവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച 200 ഷൂ. സ്റ്റുഡിയോയിൽ ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 200 രൂപയ്ക്ക് സാധനം കിട്ടി. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, കുറേ അധികം ഒന്ന് മേടിച്ചു. അപ്പം ഓരോ ദിവസമായിട്ട് കാണിച്ചു തരാം. ഇതാണ് വർക്കിയുടെ സ്വന്തം 3004. ഭയങ്കര ഫാൻസി നമ്പറൊക്കെയാണെന്നാണ് അളിയും പറയണത്. ഇത് കൊള്ളാലോ. ആകാശം നോക്കി, കൊള്ളാം. ഗോപ്രോയുടെ ഡൈനാമിക് റേഞ്ച് കൊള്ളാം. ഓക്കെ, ബൈ, കാണാം. നമ്മളേതാണ്ട് വലിയ സംഘടനയുടെ പ്രസ്ഥാനം. പക്ഷെ കടത്താന്ന് ഇവരൊക്കെ വിചാരിച്ചേക്കണേ. രാത്രിയുള്ള സഞ്ചാരം കൂടുതൽ. നമ്മളേതാണ്ട് വലിയ കടത്താണ്, പ്രസ്താവനാണെന്നൊക്കെയാണ് ഇവിടുത്തെ ചില നാട്ടുകാരുടെ ചിന്ത. ഞാനായിട്ട് അവരുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ വിചാരിച്ചോട്ടെ. അതെ, നമ്മള് വലിയ എന്തോ സെറ്റപ്പ് ആണെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും രാത്രിയിലാണ് യാത്രകൾ മൊത്തം. രാവിലെ ഇറങ്ങിപ്പോയിട്ട് രാത്രി 11 മണിക്കും 12 മണിക്കുമാണ് തെറ്റിത്തിരിഞ്ഞിട്ട് കയറി വരുന്നത്. കാറ് വരുന്നു, വേറെ കാറ് വരുന്നു, ബൈക്കില് കൊണ്ടുവിടുന്നു, കൂട്ടുകാരെ അവിടെ ഇവിടെ ആയിട്ട് കുറെ പേര് വരുന്നു. ഇവന്മാര് എന്തോ പരിപാടിയുണ്ട്. പിന്നെ ഉള്ള കാര്യം കേട്ടോ. അതെ, ഞങ്ങൾ വലിയ പ്രസ്ഥാനമാണെന്ന് ഞങ്ങളോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. പിന്നെ ക്രിഞ്ചൊക്കെ AC കോപ്പ് എനിക്കൊരു തണുപ്പ് ഇങ്ങനെ പുഴുങ്ങാൻ അതിനകത്ത് ഇരുന്നിട്ട് എന്റെ വണ്ടിയൊക്കെ ഞാൻ പോവൂല. മറ്റേ സുരാജ് ഞാൻ പോവൂല. ഒരു ദശമൂലം ഡാമും അവിടെ പരിപാടി എത്ര മണിയാ? 10 മണിക്കാ? 10:30 9:00 തന്നെ നമ്മളോട് ചെല്ലാൻ പറയും. പിന്നെ എന്തിനാ 9:15 എന്ന് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. കുഴപ്പമില്ല, നമുക്ക് ആൾക്കാരെല്ലാം മാറ്റിയിട്ട് ഒരു ഷോപ്പിന്റെ ഒരു ക്ലോസ് അല്ല, ഇന്ത്യയുടെ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിഷയമുള്ള കേസല്ല. ആൾക്കാരെന്തായാലും പറയാ, പുറത്ത് പറഞ്ഞു വിടുക, ചാനൽ എടുക്കുക, അത്രയുള്ള നമ്മുടെ പരിപാടി. ഡിസ്ട്രാക്ഷൻസ്. ഇതാണ് നമ്മുടെ സ്വന്തം വാഴക്കുളം ടൗൺ. ഇന്നെങ്കിലും പ്രോപ്പറായിട്ടുള്ള വ്ളോഗിലേക്കുള്ള സാധനങ്ങൾ എടുക്കുന്നത് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നടക്കുമോ എന്തോ. മാത്രമല്ല, നമ്മളിന്ന് ചെല്ലുന്നത് 2 വ്ളോഗേഴ്സ്, തൊടുപുഴ മൂവാറ്റുപുഴ സൈഡിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 വ്ളോഗേഴ്സിൻ്റെ അടുത്തേക്കാണ്. അൻസോ വ്ളോഗറും അർലിൻ വ്ളോഗറും, അതുപോലെ തന്നെ അർലിൻ അൻസോ, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് എന്നിട്ട് നമ്മൾ വ്ളോഗും കാര്യങ്ങളും എടുക്കുമ്പോഴത്തേനും ഈ ആൾക്കാരൊരു വല്ലാത്തൊരു നോട്ടം ഉണ്ടല്ലോ, അവർക്ക് നോട്ടം ഉണ്ടാവുന്നു. നമ്മള് ആ നോട്ടത്തിൽ നിനക്ക് പ്രശ്നമുണ്ട്? പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു സെറ്റപ്പിൽ നീ ഞാൻ വേണേ അവരുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കും. മറ്റേ സാധനം ആ ഓട്ടോ ജെറ്റ് ഇട്ട പോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ജെറ്റ് ഇട്ടാണല്ലോ ഓട്ടോ വന്നെ. അവിടെ ചെന്നിട്ടാണ്. ബൈ. വന്നപ്പോ തന്നെ ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാം. ഇനിയിപ്പം സാധനം എല്ലാം പെറുക്കിക്കൊണ്ട് വിളിച്ചില്ല, വീഡിയോ എടുക്കുക. പിന്നെ വേറെ ഏതാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരാം.
അവര് വാല് ഓർക്കാൻ തന്നെ എന്നെ പിടിച്ച തോട് കേട്ടി. ഏറ്റവും കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഈ ടൈം പിടിച്ച് വീഡിയോ എടുക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ലെൻസാണ്. സിഗ്മയുടെ 35 1.4. ഞാനുണ്ട് R6 Mark II. പിന്നെ ഒരു ക്ലാമ്പും കൂടെ ഉണ്ട്, ഈ ക്ലാമ്പ്. എന്താണെന്ന് വെച്ചാൽ 2-2.5 കിലോ വെയിറ്റ്. ഗിംബൽ എവിടെ? ഇനി അതിനും കൂടെ വെയിറ്റ് ചെയ്യാൻ പട്ടി ജോലി. സ്റ്റാർട്ട് ചെയ്യാറായി. നമ്മളിവിടെ കുറേ നേരമായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ചെണ്ടമേളമൊക്കെ തീർന്നുകൊണ്ട് ഭയങ്കര ഒരു ആശ്വാസമാണ് ശരിക്കും. നമ്മൾ ചില്ലായിട്ട് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചെണ്ടമേളമൊക്കെ നല്ല രസമാണ്. പക്ഷേ മാർക്കറ്റൊക്കെ വരുന്നതിന് ചെണ്ടമേളം കയറുന്നതിന് ചെണ്ടയൊക്കെ തല്ലി പൊട്ടിക്കുന്നു. പിന്നെ എന്നാലും ബാക്കി ഷൂട്ട് ചെയ്തു. എനിക്കോ ജോലിനും ഇവിടുത്തെ LED TV മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോയാബീൻ വഴി അത് ഗിവ് ചെയ്യുന്നതായിരിക്കും. അത് കലക്കി തന്നേക്കാം. മേക്കപ്പ് ഓഫർ പിന്നെ കിട്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളിത് കിട്ടി കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ കാണുന്നത്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. കിട്ടിയ വിഷയമായിരിക്കും. വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ജിത്തു ടോമി കല്ലോലിക്കൽ ജോയൽ വർക്കി വാടക്കണം. പക്ഷേ നമുക്ക് നോക്കാം. 1 2 3 മിക്കവാറും നമുക്ക് തന്നെ അടിക്കുന്നു. ചാൻസ് ഉണ്ട്. പണ്ടൊരു വാഗണാറൊക്കെ അടിച്ചതാ. ആൾട്ടോ ഒക്കെ അടിച്ചതാ. ഞാൻ അതുകൊണ്ട് ലോട്ടറി എടുക്കാറില്ല അത്. അപ്പൊ ഇനി അടിച്ചിട്ട് കാണാം. ഡയലോഗാണ് ആങ്കർ പറയുന്നത്. ഐ ലൈക്ക് ഇറ്റ്. 8 മാസം പ്രായമുള്ള ഈ ഹെയ്സൽ വാവലിനെ കൊണ്ട് നമുക്ക് ഈ നറുക്കെടുപ്പ് നടത്തിക്കാം. പെട്ടി പൊട്ടിക്കാൻ പോവാണ്. തിരിച്ചടിച്ച് അടിച്ചാ കൂട്ടി എല്ലാവരും ഒന്ന് അടുത്തേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ സയാബിയിലേക്ക് ഒരു TV ലൈവ് ആരാണ് ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചു. നമ്മളെല്ലാവരും ഒത്തിരി ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന ലക്കി ഡ്രോയുടെ നറുക്കെടുപ്പാണ് നടക്കുന്നത്. നറുക്കെടുക്കുന്നത് 8 മാസം പ്രായമുള്ള കുഞ്ഞ് ഹൈസലാണ്. ഓക്കെ, കുഞ്ഞു ആവയുടെ കയ്യില് ആ വിജയുടെ പേരുണ്ട്. ഓക്കെ, നമുക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പേര് വിളിക്കുന്ന ആള് ഇവിടെ എന്താണെങ്കിലും ഉണ്ടായിരിക്കണം. സോ ഇവാടി സയൻസ് ആൻസോയുടെ ലക്കി ഡ്രോ നറുക്കെടുപ്പിലെ വിജയി വിനോദ് PA. ഓക്കെ, വിനോദ് PA ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും ചേട്ടനോട് ആദ്യത്തെ നറുക്കെടുപ്പ് തന്നെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. ഓക്കെ, സമ്മാനം ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി വാഴപ്പുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റിനെയും പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റിനെയും നമുക്ക് കിട്ടിയില്ല. സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാം.
നമ്മുടെ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഷോപ്പിനുള്ളിലേക്ക് കയറിയാണ്. ലക്കി വിന്നർ നമുക്കാകാൻ പറ്റിയില്ല. നമ്മൾ ഭയങ്കര അൺലക്കിയാണ്. പിന്നെ ഇപ്പം വീട്ടിലെ ആൾക്കാർക്ക് TV എടുക്കാന്ന് വിചാരിച്ചാൽ വേണ്ട. അതെ, നമ്മൾ പ്രാർത്ഥിച്ചില്ല. അത് കുഴപ്പമൊന്നുമില്ല. ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. തൊട്ട് താഴെ നമ്മുടെ ബ്രദേഴ്സ് ബേക്കറി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നൊരു ഫുഡ് കഴിച്ചതിന് ഇഷ്ടപ്പെട്ടു. ഇന്നും വന്നൊരു ചായ കുടിച്ചു. ചായ ഇഷ്ടപ്പെട്ടോടാ? ചായ ഇഷ്ടപ്പെട്ടോന്ന്? ചായ ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇനിയിപ്പോൾ വീണ്ടും മുകളിൽ പോകണം, വീഡിയോ എടുക്കണം. ഓക്കെ ബൈ. നമ്മൾ CCTV കാണും. കൊള്ളാല്ലേ? കൊള്ളാം. ഇവിടുത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടാ? നിന്റെ ഫുൾ സൈസ് ഉള്ള എടുത്തില്ലല്ലോ. ഇതിൽ ഫോട്ടോ എടുത്തോ? അല്ല, ഇവിടുത്തെ പരിധി തീർക്കട്ടെ. പരിപാടി തീർന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇവർ വഴി നാളെ ഒരു വർക്ക് കൂടെ കിട്ടി. ഒരു താറിന് ഡെലിവറി എടുക്കാൻ വേണ്ടി പോകാം. 2 പക്ഷേ അത് തന്നെ. നാളെ ഇപ്പം താറുണ്ടാവും, റേഞ്ച് റോവർ ഉണ്ടാവും, ഫോർച്യൂണർ ഉണ്ട്, ഒരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, താറും ഉണ്ട്. അപ്പം ചിലപ്പോൾ അതിന് പോകും, നോക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ഷൂട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. മടുത്ത് പണ്ടാറാണെങ്കിൽ പോയി. അപ്പം ഇനിയിപ്പം പോയി എന്തെങ്കിലും കഴിക്കണം. നമ്മൾ അവരുടെ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല രീതിക്ക് കട്ടിക്ക് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ടാ. ഇനിയിപ്പം നേരെ കാറിനകത്തുണ്ട് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നു. തൊട്ടടുത്ത് 50 മീറ്റർ അപ്പുറം കൊണ്ടേ പാർക്ക് ചെയ്യുന്നു. അതെ.